ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ സ്നാക്കായിട്ടോ കുട്ടികൾക്ക് ടിഫിനിലോ എങ്ങനെയായാലും ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ രണ്ട് മെത്തേഡിൽ ഇത് കാണിക്കുന്നുണ്ട്. ഒന്ന് മൈദ വെച്ചിട്ടും ഒന്ന് അരി വെച്ചിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് രണ്ടിലേക്കും വേണ്ടിയിട്ട് സിംഗിൾ മസാല, ഒരു മസാല മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും എടുക്കുക. ഇതിലേക്ക് 200 ഗ്രാം ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, എല്ലില്ലാത്ത ചിക്കന്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ ഇങ്ങനെ ഷാലോ ഫ്രൈ പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശാലോ ഫ്രൈ അല്ല, ഇത് വേവിച്ച് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം ഓയിൽ ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഓയിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട വരില്ല. അതാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇത് കുഞ്ഞു കുഞ്ഞു പീസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. കുറച്ച് സമയം ക്ലോസ് ചെയ്ത് വെച്ച അതിൽ നിന്ന് വെള്ളം ഇറങ്ങിനേനു. ഇനിയിപ്പോൾ അത് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ കുക്കായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഞാനിപ്പം കുറച്ച് വണ്ണമുള്ള പാൻ ആയതുകൊണ്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിന്. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചോപ്പ് ചെയ്തത് രണ്ടും കൂടി ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഉള്ളൂ കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ടും കൂടി. എന്നിട്ട് ഇതിലേക്ക് 3 സവാള, ഒരു ക്യാപ്സിക്കം, ഇത് മൂന്നും ഇങ്ങനെ ഡൈസ് ചെയ്തത്, ക്യൂബ് എന്താ പറയുക, ഇത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ട് ഞാനില്ലേ ഒരു 2.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂണ് സോയ സോസും, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തേന്, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഞാൻ ചിക്കനിൽ ഉപ്പുണ്ട്, സോയ സോസിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഇടാം. പിന്നെ ഇത് 1 മിനിറ്റ് മാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ആ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. ഒരുപാട് വെന്തുടയേണ്ടൊന്നും ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ, നമ്മളെ മസാല റെഡിയായി. ഇതൊരു ചിക്കൻ ചില്ലി മസാലയാണ്, പക്ഷേ പെർഫെക്റ്റ് ചിക്കൻ ചില്ലി റെസിപ്പി അല്ല. നമുക്ക് മസാലയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, ഒരു മെത്തേഡാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സ്നാക്ക് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ പറഞ്ഞില്ലേ 2 മെത്തേഡിൽ ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മൈദ വെച്ചുണ്ടാക്കുന്ന മെത്തേഡ് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിൻ്റെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇത് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഇറാനി പോള ഉണ്ടാക്കൂലേ, അതിൻ്റെ സെയിം ബാറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിലാണ്. അപ്പോൾ ഒന്നുകൂടി കുട്ടിക്ക് ടിഫിനിൽ കൊടുത്തയക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് സെർവ് ചെയ്യുന്ന സമയത്തോ ഒന്നും കൂടി രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 മുട്ടയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1/2 കപ്പ് പാല്, പിന്നെ വേണ്ട 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ. ഇതിൽ നിന്ന് രണ്ടിലേതെങ്കിലും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റൂലേ. പിന്നെ വേണ്ട ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ മിക്സിയിലായാലും മൈദ ഇട്ടടിക്കുന്ന സമയത്ത് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ എല്ലാം കൂടി ഒരുമിച്ച് നല്ല ഈവനായിട്ട് ബ്ലെൻഡാവും, അല്ലെങ്കിൽ അട കട്ട പിടിച്ചിട്ടുണ്ടാവും മിക്സിൻ്റെ സൈഡിലെല്ലാം. അപ്പോൾ ഇനി ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ കുറേ ആയില്ലേ ഇങ്ങനെ ചാനലിലൊരു സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാം പോസ്റ്റ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ഒരു സ്നാക്ക് റെസിപ്പി പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇല്ലേ ഇതിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ട് ഉണ്ടാവാൻ. കുറേ കട്ടിയാവാനും പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ലൂസ് ആവാനും പാടില്ല. ഇതാ ഞാൻ ഈ സ്പൂണിലെടുക്കുമ്പോൾ ഇതേപോലെ കിട്ടണം. അഥവാ ഇതേപോലെ ഇല്ല, ഭയങ്കര കട്ടിയായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് ലൂസാക്കാം. അല്ലെങ്കിൽ ഭയങ്കര ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഞാൻ ഈ കാണിച്ച കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇഡ്ഡലിൻ്റെ ഈ ഒരു തട്ടിലെ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതിയോളം മാത്രം ആദ്യം മാവ് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ മസാല നമുക്ക് എല്ലാ സൈഡിലോട്ടും എത്തുന്ന രീതിയിൽ മസാല ഇട്ട് കൊടുക്കുക. അത് നമ്മളെ ഇഷ്ടത്തിന്, കുറേ വേണമെങ്കിൽ കുറേ ഇടാം, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ഇടാം. അതെല്ലാം നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബാറ്റർ എല്ലാവരുടെയും കവറാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക.
ആദ്യം നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ നേരെ പകുതി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ബിഗിനേഴ്സിലാകുമ്പോൾ ആദ്യം കുറേ മസാല ഒഴിച്ച് പിന്നെ അതിൻ്റെ മേലെ ആദ്യം കുറേ ബാറ്റർ ഒഴിച്ച് അതിൻ്റെ മേലെ മസാല ഇട്ടിട്ടില്ലാകുമ്പോൾ ഫുള്ളായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പിന്നെയും പറയുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു 10 to 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മാക്സിമം 15 മിനിറ്റ്, അപ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വരും കേട്ടോ. അടിപൊളിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് വന്ന് എന്താ പറയുക, അടിപൊളിയാണ്. ഇറാനി പോള എന്ന് പറയുമ്പോൾ അതിൻ്റെ നോർമൽ മസാലയല്ലല്ലോ, നമ്മൾ ചിക്കൻ ചില്ലി മസാലയല്ലേ ഉണ്ടാക്കിന്. അപ്പോൾ എല്ലാം കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം ഫില്ലാവും, വയറ് നല്ലോണം ഫില്ലാവും, ഭയങ്കര ടേസ്റ്റുമാണ്, ഭയങ്കര സോഫ്റ്റുമാണ്. ചൂടോടെ സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ആക്കി നോക്കണം. ഈ ഒരു രീതിയിൽ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇടയ്ക്ക് നമുക്ക് കുട്ടികൾക്ക് ടിഫിനിലെല്ലാം കൊടുക്കാം. അതല്ല കുറച്ചും കൂടി ഹെൽത്തി വേയിൽ വേണം, മൈദ വേണ്ട, ഓയിൽ ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അരി വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു 250 ml കപ്പിൽ 1.5 കപ്പ് പച്ചരി സോക്ക് ചെയ്ത് നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. 1.5 കപ്പ് എടുത്ത് ഇത് നേരെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് തേങ്ങയും കൂടി ഇടുക. പിന്നെ വേണ്ട ഒരു മുട്ടയാണ്. ഇത് നമ്മൾ കണ്ണൂർ സ്റ്റൈൽ കണ്ണപ്പം, അത് നമ്മൾ ചിക്കൻ ചില്ലി മസാല വെച്ച് ഉണ്ടാക്കുന്ന അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 കപ്പ് വെള്ളം. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഇതാ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടീന് നല്ലോണം സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് തരാം. ഈ ഒരു കട്ടിയിൽ വേണം ഈ മാവ് ഉണ്ടാവാൻ. അപ്പോൾ ഇതാ ഞാൻ അതാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവില്ലേ, ഭയങ്കര കട്ടിയാവാനും പാടില്ല, ഭയങ്കര ലൂസാവാനും പാടില്ല, ഇതുപോലെ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ അളവ് അതേപോലെ എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അഥവാ കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതി. അതെല്ലാം നമ്മൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിക്കണം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ രണ്ടാമത് മാവ് ഒഴിക്കുന്നില്ല, അതുകൊണ്ട് ആദ്യം തന്നെ ഒരു 1/4 ഭാഗത്തോളം അങ്ങ് ഒഴിച്ചിട്ട് മസാല ഇട്ടാൽ മതി. ഇത് അരിമാവാണ്, നേരത്തെ മാവിനേക്കാളും കുറച്ചും കൂടി ലൂസ് ആയതുകൊണ്ടും ഈ ഫില്ലിങ് അടിയിൽ അങ്ങ് പോയിക്കോളും, എല്ലാവരുടെയും അങ്ങനെ നിന്നോളും. ഇനി മേലയിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് സെയിം മെത്തേഡിൽ നമുക്ക് ഇത് അരി ആയതുകൊണ്ട് ഞാൻ 15 to 20 മിനിറ്റ് വേവിക്കാൻ വെക്കലുണ്ട് കേട്ടോ. കുറച്ചും കൂടി വേവ് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതും നമുക്ക് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇതാണ് നമ്മൾ കണ്ണൂർ സ്റ്റൈല്, കണ്ണൂർ ഭാഗത്ത് ഫേമസ് ആയിട്ടുള്ള കണ്ണപ്പം. ഇതും ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തപാടെ ഞാൻ ഷെയർ ചെയ്തൊരു റെസിപ്പിയേനു കുറേ വർഷം മുന്നേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയേനു. പക്ഷേ അതിൻ്റെ ഫില്ലിംഗ് എല്ലാം വ്യത്യാസം. അപ്പോൾ ഈ ഫില്ലിങ്ങാണ് കുറച്ചും കൂടി കുട്ടികൾക്കെല്ലാം കൂടുതൽ ഇഷ്ടമാവുക. ഇതുപോലെ തന്നെ നമുക്ക് ബീഫും ചെമ്മീനും എല്ലാം വെച്ചുണ്ടാക്കുക. ചെമ്മീനെല്ലാം വെച്ചുണ്ടാക്കിയാൽ ഒന്നും കൂടി കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ടിഫിൻ ബോക്സിലേക്കായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസ് വ്ളോഗ്സ് എല്ലാം ആയിട്ട് നമുക്ക് കാണാം. ഇതാ ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. നമ്മൾ മൈദ വെച്ച് ചെയ്തതാണെങ്കിൽ ഒരു 16 പീസാണ് ഉണ്ടാക്കാൻ പറ്റുക. അരി വെച്ച് ചെയ്തതാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും, ഒരു 20-ൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാ ബൈ ബൈ.